നവകേരള യാത്രക്കിടെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എസ് എന്നിവർക്കെതിരെ കേസെടുത്തു. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. IPC 294B, 324, 325 വകുപ്പുകൾ ചുമത്തിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനിൽകുമാറിനെ ഒന്നാം പ്രതിയായും സന്ദീപിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. തിരുവനന്തപുരം കലൂർ കാർത്തികയിൽ അനിൽകുമാർ, എസ്കോട്ട് ഉദ്യോഗസ്ഥൻ പൊറ്റക്കുഴി എസ് സന്ദീപ് എന്നിവരാണ് പ്രതികൾ. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന പ്രതിഷേധക്കാരെ അസഭ്യം പറഞ്ഞു, ലാത്തി കൊണ്ട് അടിച്ചു. പോലീസ് പിടിച്ചുമാറ്റിയ പ്രവർത്തകരെയാണ് ഇരുവരും മർദ്ദിച്ചത്. മർദ്ദനത്തിൽ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റെന്നും FIR-ൽ പറയുന്നു. മർദ്ദനമേറ്റ KSU ജില്ലാ അധ്യക്ഷൻ AD തോമസ് നൽകിയ ഹർജിയിലാണ് നടപടി. പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ ഗൺമാൻമാർ മർദ്ദിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. AD തോമസിന് പുറമെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ചുവൽ കുര്യാക്കോസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ അനിൽ, സന്ദീപ് എന്നിവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് കാണിച്ചാണ് ഇരുവരും കോടതിയെ സമീപിച്ചത്. ഡിസംബർ 5-ന് നവകേരള സദസ്സിന്റെ വാഹനം കടന്നുവരവെ പരാതിക്കാരൻ അജയ് ജുവൽ കുര്യാക്കോസും സുഹൃത്ത് തോമസും കൂടി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ട് പോലീസ് തടഞ്ഞ് പുറകോട്ട് മാറ്റി. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം കടന്നുപോയതിനു ശേഷം പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അനിൽ ജനറൽ ആശുപത്രി ജംഗ്ഷൻ ട്രാഫിക് സിഗ്നലിന് സമീപം വെച്ച് അസഭ്യം വിളിക്കുകയും ലാത്തി ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതായാണ് FIR-ൽ പറയുന്നത്. ഗൺമാനെതിരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ SP-ക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ജോലിയുടെ ഭാഗമായി നടത്തിയ ചെയ്തികളെന്നായിരുന്നു ഉദ്യോഗസ്ഥർ SP-ക്ക് റിപ്പോർട്ട് നൽകിയത്. തുടർന്നാണ് വീഡിയോ സഹിതം കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. ഹർജി പരിഗണിച്ച കോടതി കേസെടുക്കാൻ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെയാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് വാഹനം പോയതിന് തൊട്ടു പിന്നാലെ ഇവർ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി ഈ പ്രവർത്തകരെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു. ലാത്തി കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചു. എന്തായാലും ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയാണ്. നവകേരള സദസ് പോകുന്ന വഴിയിലെല്ലാം തന്നെ ഇത്തരത്തിൽ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയെല്ലാം കസ്റ്റഡിയിലെടുക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഇതുവരെ കണ്ടത്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത്.